എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം. നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകാർക്ക് വൻപൻ ഓഫറുകൾ ലഭിക്കുന്ന ഒരു സമയമാണിപ്പോൾ. പ്രത്യേകിച്ചും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് നിരവധി ആനുകൂല്യങ്ങളാണ് ഓരോ റേഷൻ കാർഡിനും പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഏറ്റവും ആദ്യത്തേത് APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകളാണ് നമുക്കുള്ളത് എങ്കിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, BPL മാറുവാനുള്ള അവസരം ഈ മാസം 31-ാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതാണ്. അർഹതയുള്ളവർക്ക് BPL സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്നും മേടിക്കേണ്ടതാണ്. അക്ഷയ ജനസേവ ഓൺലൈൻ സർവീസ് സെന്ററുകൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇനി APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ജനുവരി മാസം ആട്ട വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. മുൻപ് നിർത്തലാക്കിയതാണ് വീണ്ടും പുനരാരംഭിക്കുന്നത്. പുതുവത്സരം പ്രമാണിച്ചാണ് വീണ്ടും ഇത് വിതരണം ഉണ്ടായിരിക്കുന്നത്. ഇനി തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും ആട്ട ഒരു നിശ്ചിത രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നിലവിലെ നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സബ്സിഡി ഇട്ടായിരിക്കും വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡുകാർക്കും നിശ്ചിത എണ്ണം ആട്ട നമുക്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കും ജനുവരി മാസം മുതൽ ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവർ എത്രയും വേഗം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലെ മുൻഗണനാ ഇതര വിഭാഗങ്ങൾക്ക് സബ്സിഡി നിരക്കിലാണ് ആനുകൂല്യം ലഭിക്കുന്നത്. നീല റേഷൻ കാർഡുകാർക്ക് ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ സ്പെഷ്യൽ വിഹിതമായിട്ട് ലഭിക്കുന്നതാണ്. 5 കിലോ വരെ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡുകാർക്ക് സ്പെഷ്യൽ അരിയായിട്ട് 10 കിലോ വരെയുണ്ട്. അപ്പോൾ 10 രൂപ 90 പൈസ നിരക്കിലാണ് നമുക്ക് റേഷൻ കടകൾ വഴി ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ഇനി മുൻഗണനാ ഇതര വിഭാഗത്തിലെ റേഷൻ കാർഡുകാർക്ക് സൗജന്യ നിരക്കിൽ മുൻ മാസങ്ങളിൽ എല്ലാം തന്നെ ലഭിച്ചതുപോലെ തന്നെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ ഇത് റേഷൻ കാർഡുകൾ വഴി വാങ്ങുന്ന കാര്യം ഇനി സപ്ലൈകോ വഴി നമുക്ക് ക്രിസ്മസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ചുകൊണ്ട് ഫെയറുകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു ഉത്സവ സീസണൊക്കെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യം വലിയ സബ്സിഡി ഇട്ടാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഓരോ റേഷൻ കാർഡിനും 20 കിലോ വീതം അരി പ്രധാനമായിട്ടും 25 രൂപ നിരക്കിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. ഗുണമേന്മയുള്ള അരിയാണ് നമുക്ക് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അരി നമുക്കിവിടെ സാമ്പിൾ ലഭ്യമാണ്. അരി നോക്കുക, പ്രധാനമായിട്ടും ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം താല്പര്യമുണ്ട് എങ്കിൽ പരമാവധി ഒരു റേഷൻ കാർഡിന് 20 കിലോ വീതം നമുക്കിവിടെ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകാർക്ക് 2 കിലോ വരെ വെളിച്ചെണ്ണ അതിൽ കൂടുതൽ ആവശ്യമാണ് എങ്കിൽ പോലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സബ്സിഡി ഇട്ടൊക്കെയാണ് നമുക്ക് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഇനി റേഷൻ കാർഡുകാർക്ക് പ്രത്യേകിച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് ബാഗ് അത് നമുക്ക് ലഭ്യമാണ്. സപ്ലൈകോ വഴി നമുക്കിതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ മാസം 31-ാം തീയതി വരെ നമുക്കിതിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങാവുന്നതാണ്. ക്രിസ്മസ് ഗിഫ്റ്റ് ബാഗിൽ നമുക്കിത് ലഭിക്കുന്നത് കേക്ക്, പഞ്ചസാര, അതോടൊപ്പം തന്നെ മസാലപ്പൊടികൾ, അപ്പം പൊടി പോലുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം തന്നെ ഉൾപ്പെടെ നമുക്ക് 667 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് ബാഗാണ് 500 രൂപയ്ക്ക് നമുക്കിവിടെ ലഭിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അതുകൂടി വാങ്ങുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.